97ാമത് മഹാസമാധി ദിനത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളാണ് ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ക്ഷേത്രത്തിൽ നേരിട്ട് ഗുരുദേവൻ വന്ന് പ്രതിഷ്ഠ നടത്തിയ വിവരം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. മുൻ വർഷങ്ങളേക്കാൾ വിപുലമായ ചടങ്ങുകളാണ് നാളെ ഇവിടെ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 2700 കിലോഗ്രാം കപ്പയുടെ പുഴുക്കും അതിന് അനുസരിച്ചുള്ള മറ്റ് അനുബന്ധ സാധനങ്ങളും കഞ്ഞിയുമാണ് നാളെ വിതരണം ചെയ്യുന്നത്. കുമരകത്തെ 4 ശാഖകളിൽ നിന്നും കുമരകം കിഴക്കുംഭാഗ ശാഖായോഗത്തിൽ സംഗമിച്ചതിന് ശേഷം അവിടെ നിന്ന് സമാധി ദിനാചരണത്തിൻ്റെ ഭാഗമായി ശാന്തിയാത്ര ക്ഷേത്രത്തിലേക്ക് വരികയും ക്ഷേത്രത്തിലെത്തിച്ചേർന്നതിന് ശേഷം ആ ശാന്തിയാത്രയിൽ മുഖ്യ പ്രഭാഷണം നമ്മുടെ പ്രിയപ്പെട്ട ഉഷേന്ദ്രൻ തന്ത്രികൾ നിർവഹിക്കുന്നതുമാണ്. ഈ ശാന്തിയാത്രയും അതിനോട് ശേഷമുള്ള മറ്റ് സമ്മേളനവും എല്ലാം വളരെ വൻ വിജയമാക്കി തീർക്കുന്നതിന് എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 97ാമത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരാഴ്ചക്കാലമായി നമ്മുടെ ക്ഷേത്രവും പരിസരത്തിലും നടക്കുന്ന പരിപാടികൾ. ഇതിനോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് ശ്രീകുമാരമംഗലം ദേവസ്വം കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത്. 4 അംഗശാഖകളുടെ നേതൃത്വത്തിൽ കിഴക്കുംഭാഗ ശാഖയിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്ര മൈതാനിയിൽ 3 മണിയോടുകൂടി എത്തിച്ചേർന്നതിന് ശേഷം അനുഗ്രഹ പ്രഭാഷണത്തിന് ശേഷം മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് 1903 ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് കുമരകത്തെത്തി ബാലമുരുക ഭഗവാനെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കുമരകത്തെ ജനങ്ങൾക്ക് ഇങ്ങനെയൊരു അവസരം ഉണ്ടാകുവാനായിട്ടുള്ള ഇത് തെളിഞ്ഞത്. അത് മുഴുവൻ ആളുകളെയും ഞങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒത്തുചേർത്തുകൊണ്ട് ഈ 97ാമത് സമാധി ദിനം നല്ല നിലയിൽ ആചരിക്കുകയാണ്. അതിന് മുഴുവൻ ഭക്തജനങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ശ്രീകുമാരമംഗലം ദേവസ്വത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം അന്നദാനം ഒരുക്കുന്ന ചടങ്ങാണ്. 4 ശാഖായോഗങ്ങളുടെയും അതുപോലെ വനിതാ സംഘം പ്രവർത്തകരുടെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ നടത്തുന്നത്. അതിനുശേഷം ഈ അന്നദാനത്തിന് രാത്രി 11:30 മണിയോടുകൂടി തീ കൊടുക്കുന്ന പരിപാടിയുണ്ട്. അത് ഒരു ഗണപതി ഹോമത്തോടു കൂടി ആ തീ കൊടുത്തുകൊണ്ട് ആ ചടങ്ങുകൾക്ക് തുടക്കമാകും. അതിനുശേഷം ആണ് ഈ അന്നദാനത്തിൻ്റെ പരിപാടികൾ അന്നദാനം ഒരുക്കുന്നത്. അതിനുമൊക്കെ വിപുലമായ ആളുകളെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം പങ്കാളിത്തത്തോടുകൂടി നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ശ്രീകുമാരമംഗലം ദേവസ്വത്തിൻ്റെ ഭരണസമിതികളെല്ലാം അംഗങ്ങളെല്ലാം തന്നെ ഈ പരിപാടികളിൽ വ്യാപൃതരായിരിക്കുകയാണ്. അവരുടെ എല്ലാം നേതൃത്വപരമായ ഒരു ഇടപെടലിലാണ് ഈ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ എല്ലാം പങ്കാളിത്തം നമുക്ക് ഈ അവസരത്തിൽ ഞങ്ങൾ ദേവസ്വം സെക്രട്ടറി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾ വളരെ നല്ല നിലയിൽ ഓർക്കുകയാണ്. അവരുടെ എല്ലാം പങ്കാളിത്തമാണ് ഈ വിജയങ്ങൾക്കെല്ലാം കാരണം. അതിലുപരി നമ്മുടെ ഡെലിഗേറ്റ് അംഗങ്ങളുടെയും ഒക്കെ പങ്കാളിത്തം ഇതിന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കുമരകത്തെ മറ്റ് അഭ്യുദയകാംക്ഷരായിട്ടുള്ള നാനാ വിഭാഗം നമ്മുടെ ആളുകൾ ഒക്കെ ഇതിന് വന്ന് സമുദായ സ്നേഹികളും മറ്റ് സമുദായത്തിലുള്ള ആളുകൾ പോലും സമാധി ദിനാചരണത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ളതൊരു സവിശേഷത കൂടിയുണ്ട്. മുഴുവൻ ഭക്തജനങ്ങളെയും 4 അംഗശാഖകളുടെയും ഏതാണ്ട് 3500 കുടുംബാംഗങ്ങളിലാണ് ഈ ദേവസ്വത്തിൻ്റെ 4 അംഗശാഖകളുടെ കീഴിലുള്ളത്. മുഴുവൻ കുടുംബ അംഗങ്ങളെയും അതുപോലെ ഈ ശാന്തിയാത്രയിലും അതിനുശേഷം നടക്കുന്ന അന്നദാനത്തിലും ഒക്കെ പങ്കാളികളാവണമെന്ന് ഞങ്ങൾ ദേവസ്വം ഭാരവാഹികൾ എന്നുള്ളതിൽ ഞങ്ങൾ നിങ്ങളെ വളരെ ഹർദവുമായി ഇങ്ങോട്ട് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരും തന്നെ എത്തിച്ചേർന്നുകൊണ്ട് ഈ 97ാമത് മഹാസമാധി ദിനാചരണം വൻപിച്ച ഒരു വിജയമാക്കി തീർക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ഏവരെയും ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. ഗുരുദേവ ധർമ്മം ജയിക്കട്ടെ.